ഹായ്, ഐ എം ആഫിയ ഫ്രം IQGT അക്കാദമി. ഇന്ന് നമുക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് സംസാരിക്കാം. എനിക്ക് തോന്നുന്നു അത് ഇന്നെക്കാളും പറയാൻ ആപ്റ്റായിട്ടുള്ള രണ്ടാൾക്കാരും നമ്മളെ കൂടെ ഉണ്ട്. മീറ്റ് സഫ്വാൻ ആൻഡ് അൻഷിദ്. അവർ ഒലിവോൺ മാർക്കറ്റിംഗ് ഏജൻസിയിൽ വെബ് ഡെവലപ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവരെ പറ്റി പറയാനാണെങ്കിൽ ഇവർ നമ്മളെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഇവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അവർ വർക്ക് ചെയ്തുകൊണ്ടാണ് അവരെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഗൈസ്, വെൽക്കം ടു ദി സെഷൻ. ശരിക്കും എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്? സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും അടങ്ങിയിട്ടുള്ളതാണ്. അതിൽ തന്നെ പലതരത്തിലുണ്ട്. മെയിൻ സ്റ്റാക്ക്, മീൻ സ്റ്റാക്ക്, അതേപോലെ ജാവ, അങ്ങനെ പലതരത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡ് ആണ് ഇപ്പോൾ നമ്മൾ ഒരാൾ ഇപ്പോൾ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നതാണ് ഫ്രണ്ട് എൻഡ്. പക്ഷേ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് പൊതുവെ ഫ്രണ്ട് എൻഡ് കാണിക്കാറ്. ബാക്ക് എൻഡ് അതിന് ബാക്കിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ മെയിൽ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യുന്നതൊക്കെ ബാക്ക് എൻഡിൽ നിന്നായിരിക്കും. ചില ഇൻട്രാക്ഷൻ മൊത്തം ഫ്രണ്ട് എൻഡിലാണ് കാരണം നമ്മൾ ആദ്യം കാണുന്നത് മൊത്തം ഫ്രണ്ട് എൻഡാണ്. അതിനാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അതിന് ബാക്കിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഡാറ്റാബേസ്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അഡ്മിനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ നടക്കൽ ബാക്ക് എൻഡ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് ആക്ച്വലി ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും. അല്ല, യാതൊരു IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്കും ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരാനൊക്കെ പറ്റും? തീർച്ചയായിട്ടും പറ്റും. കാരണം എനിക്കൊരു IT ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പോൾ ആരെ കൊണ്ടും സാധിക്കും. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ആരെ കൊണ്ടും സാധിക്കുന്നതാണ്. ഇത് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ലാപ്പും അത് യൂസ് ചെയ്യാനുള്ള കുറച്ച് ലോജിക്കും. പിന്നെ ഞങ്ങളിതിനെ പഠിച്ചത് IQGT എന്നാണ്. ഇവിടെ തന്നെ ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് +2 ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. കാരണം ഇന്റർനാഷണൽ എക്സാംസും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതുകൊണ്ട് അതെന്തായാലും ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് എന്തായാലും വേണ്ടി വരും. അതിന് +2 ആണ് IQGT പ്രൊവൈഡ് ചെയ്തത്. ഇത് പഠിച്ചാൽ ജോബ് ഉറപ്പാണോ? ഇപ്പോൾ ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വെബ്സൈറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജോബ് വാക്കൻസി എപ്പോഴും കൂടുതൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു തരുന്നത് ഇത് പഠിച്ചാൽ ജോബ് കിട്ടാതിരിക്കാനാണ് ബുദ്ധിമുട്ട് എന്നാണ്. അപ്പോൾ ഇതിന്റെ സാലറി ഒക്കെ എങ്ങനെയാണ്? സാലറി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് എത്ര ഉണ്ടെന്നില്ല. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ അത്ര നല്ല രീതിയിൽ അതിനായിട്ട് എഫേർട്ട് എടുത്ത് ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തായാലും ഉണ്ടാവും, റിസൾട്ട് എന്തായാലും കിട്ടും. അതിനുള്ള എമൗണ്ട് എന്തായാലും കമ്പനി പേ ചെയ്യും. ഓരോരുത്തരുടെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഒരു ഫ്രഷറായിട്ട് ഒരാൾ ഈ ഒരു ഫീൽഡിൽ ഒരു കമ്പനി കയറുകയാണെന്ന് വെച്ചെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 10,000 വാങ്ങുന്നവരുണ്ട്, എന്നാൽ ആ സ്ഥാനത്ത് 1,00,000 അടുത്ത് വാങ്ങുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ അവര് IQGT പഠിച്ചതാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ നമുക്ക് അവരെടുത്ത് അവർ IQGT പഠിച്ചപ്പോൾ അവരെങ്ങനെയായിരുന്നു, അവർ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എങ്ങനെയായിരുന്നു എന്നൊന്ന് ചോദിച്ചോ. ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫീൽഡിൽ വരുന്നത്. അത് വരുമ്പോൾ ഞാൻ കോട്ടക്കലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അന്വേഷിച്ചിരുന്നു വെബ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ IQGT അഡ്മിഷൻ എടുക്കുന്നത്. ക്ലാസ് തുടങ്ങിയൊരു ഹാഫ് ആയപ്പോൾ തന്നെ എന്ത് ചെയ്ത് അവരെന്നെ പ്ലേസ് ആക്കി തന്നെ. എന്ന് വെച്ചാൽ ഹാഫ് ടൈം ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം വർക്കിനും പോണ രീതിയിൽ എന്ത് ചെയ്ത് പ്ലേസ് ആക്കി തന്നെ ചെയ്തു IQGT ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് എൻ്റെ +2 കഴിഞ്ഞിട്ടാണ്. ഇവിടുത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു മാം ക്ലാസ് എടുത്തത്. അടിപൊളിയായിട്ടുള്ള ക്ലാസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇവരെ ഇന്റർവ്യൂ സെക്ഷൻ ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. ഇംഗ്ലീഷ് ക്ലാസ് ആയാലും എല്ലാ ക്ലാസ്സും അടിപൊളിയായിരുന്നു. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നുള്ളത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും ഡിമാൻഡും ഗ്രോത്തും ഉള്ള ഒരു കരിയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ IQGT പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോമ ഇൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത ഡീറ്റെയിൽസിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.